മകൾ എല്ലാ തരത്തിലും ചൂഷണത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നതെന്ന് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയുടെ പിതാവ്. തെളിവുകൾ കൃത്യമായി കോടതിയിൽ പോലീസ് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്നും പിതാവ് 24നോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഈ കുടുംബമാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം ആദ്യഘട്ടത്തിൽ പുറത്തുവിടുന്നത്. പോലീസ് അന്വേഷണത്തിൽ പോലും അവർ കേവലം ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ട വിഷയമാണ് മറ്റു തലത്തിലായത്. അപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മൾ കുടുംബം നിയമപരമായി നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടേതായത് വക്കീലിനെ ഹൈക്കോടതിയിൽ ഇത് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും സർക്കാർ വക്കീലിനോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ പ്രതിപാദിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വന്നിരിക്കുന്ന മുൻകൂർ ജാമ്യം ശക്തമായി എതിർത്ത് തള്ളിക്കളയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ആദ്യഘട്ടത്തിൽ ഇതൊരു കേവലം പ്രണയനൈരാശ്യം മൂലമുള്ള ആത്മഹത്യ എന്ന് മാത്രമായിരുന്നു ഇതിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് സാമ്പത്തിക ചൂഷണവും ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവവും കാര്യങ്ങളും അത്രമാത്രം ചൂഷണം നേരിട്ടിട്ടില്ലേ? അത് ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ. അത് ആദ്യഘട്ടത്തിൽ 1-2 ദിവസം ഇതിൻ്റെ യാതൊരു തെളിവും കിട്ടില്ല. പിന്നെ നമ്മൾ തെളിവ് ശേഖരിക്കാൻ തുടങ്ങി അവർക്ക് സമർപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭീകരത എല്ലാവർക്കും മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ അന്വേഷണം കുറച്ച് മെല്ലപ്പോക്കായിരുന്നു. കാരണം ഇല്ലെങ്കിൽ സാധാരണ ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് എന്താണോ സംഭവിക്കുന്നത് അതേപോലുള്ള അന്വേഷണമാണ് തുടക്കത്തിൽ ഉണ്ടായത്. ഈ സുഗാന്തിൻ്റെ വീട്ടിലും പശ്ചാത്തലമൊക്കെ ഒന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ സാമ്പത്തികമായി വലിയ മെച്ചപ്പെട്ട അവസ്ഥ എന്നാണ് നമ്മുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലും കൂടിയായിരുന്നു ഈ കാരണം വേറെ ചില സ്ത്രീകളതാക്കി എന്നുള്ള ചില ആരോപണങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണത്തിൽ നമ്മുടെ ഒരു അന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് പ്രത്യേകം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചില്ല. പക്ഷേ എങ്കിൽ കൊച്ചിയിൽ ഇത് അവരുടെ എയർപോർട്ടിലും തിരുവനന്തപുരം എയർപോർട്ടിലും സഹപ്രവർത്തകരിൽ നിന്നും അറിഞ്ഞത് വേറെയും ചില ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ്. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരെ എല്ലാം നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് IB അതിനെപ്പറ്റി എല്ലാം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പുറത്താക്കും അങ്ങനെ എന്തെങ്കിലും വിവരം IB കിട്ടി? അത് പോലീസിൻ്റെ നടപടി അനുസരിച്ചാണ് അവർ ചെയ്യുക. അവർ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് എന്താണ് നടപടി ആ നിമിഷം തന്നെ അവിടെ അതിൻ്റെ നടപടി ഉണ്ടാവും. IBയുടെ സ്ഥലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി ഉണ്ടാവും. എന്തായാലും മകളുടെ മരണത്തിൽ കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അച്ഛൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി പുറത്തുവരുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്, കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ഒപ്പം ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബവും അല്ലേ? അതെ, അവരുടെ പരാതികൾ അതിനുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻസ് ഉണ്ടാവണം എത്രയും വേഗം.